ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടൈം പാസ് മള്ളുകൾ. ഇറ്റ്സ് മീ ശ്രേയ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മോട്ടിവേഷനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് മോട്ടിവേഷൻ? വാട്ട് ഈസ് മോട്ടിവേഷൻ? പലരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. 2 ദിവസം മോട്ടിവേഷൻ ക്ലാസ് കേട്ടതിൻ്റെ ആ ഒരു ശുഷ്കാന്തിയിൽ നമ്മൾ നല്ല പോലെ ഇരുന്ന് പഠിക്കും. 1-2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും പഴയ പോലെയാവും. എന്തുകൊണ്ട്? വൈ? ഇതാണോ നിങ്ങളുടെ പ്രോബ്ലം? സോ ഈ പ്രോബ്ലത്തെ നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്യുക? ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെയാണ് മാറ്റാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ചാണ് കേട്ടോ ഈ വീഡിയോ. നമ്മൾ ഒത്തിരി മോട്ടിവേഷൻ ക്ലാസ്സസ് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഒരാൾക്കാരും ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അത്? ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇല്ലാത്തതാണോ അതോ നമ്മൾ കണ്ടുപിടിക്കാത്തതാണോ? എന്നാൽ സത്യത്തിൽ ഞാനും ഈ പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ട്. നൗ ഐ ഗെറ്റ് എ ആൻസർ. യെസ്, സെൽഫ് മോട്ടിവേഷൻ. സെൽഫ് മോട്ടിവേഷനോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് സെൽഫ് മോട്ടിവേഷൻ എന്താണെന്ന് നോക്കാം. സ്റ്റഡീസിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിലും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് സെൽഫ് മോട്ടിവേഷൻ. ബിക്കോസ് ദിസ് ഈസ് യുവർ ലൈഫ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ സെൽഫ് മോട്ടിവേഷൻ എങ്ങനെയാണ് സ്റ്റഡീസിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. സെൽഫ് മോട്ടിവേഷനിലൂടെ നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാം. നിങ്ങൾ സെൽഫ് മോട്ടിവേഷൻ ഒന്നും ഇല്ലാണ്ട് വെറുതെ പോയിരുന്ന് പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. നമുക്ക് പഠിക്കാൻ പറ്റില്ല, നമുക്ക് വേറെ ചിന്തകളിലേക്ക് നമ്മൾ പോകും. അങ്ങനൊരു പ്രശ്നം നമുക്കുണ്ടാവും. പക്ഷേ സെൽഫ് മോട്ടിവേഷനിലൂടെ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് നല്ലപോലെ കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റും. കാരണം ഞാനത് ചെയ്യും, എന്നെക്കൊണ്ട് ഈ ഒരു വർക്ക് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഇത് ഞാൻ ചെയ്യും എന്നുള്ളൊരു ലക്ഷ്യം അല്ലെങ്കിൽ നമുക്കൊരു ദൃഢനിശ്ചയം സെൽഫ് മോട്ടിവേഷനിലൂടെ ഉണ്ടാകും. ഇനി ഞാൻ നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേഷൻ കൂടാനും പഠിക്കാനായിട്ടുള്ള ടെൻഡൻസി കൂട്ടാനും കോൺസെൻട്രേഷനായിട്ട് കുറച്ചധികം സമയം ഇരുന്ന് പഠിക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. മിക്ക മോട്ടിവേഷൻ ക്ലാസ്സസിനും പറയണതാണ്, നിങ്ങൾ മറ്റുള്ളവരുടെ സ്റ്റഡി നോട്ട്സ് നോക്കിയിട്ട് പഠിക്കരുത്, നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കണം എന്നുള്ളത്. നമ്മൾ മിക്ക മോട്ടിവേഷൻ ക്ലാസ്സിലും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ നോട്ട്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഗൈഡ് വെച്ചിട്ടോ ആ ഗൈഡിലെ നോട്ട്സ് വെച്ചിട്ടോ ഒന്നും പഠിക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് അത് എഴുതുക, കുറേ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. ഇതിനോട് നിങ്ങൾ എത്ര പേരെ യോജിക്കുന്നേ? ഞാൻ ഈ ഒരു പോയിന്റിനോട് ഒട്ടും യോജിക്കുന്നില്ല. കാരണം നമ്മൾ കുറേ ടെക്സ്റ്റ് ബുക്കിൽ കുറേ പേജസും കാര്യങ്ങളൊക്കെ വായിച്ച് നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് ഡസ്പായിട്ടുണ്ടാവും അല്ലേ? അപ്പം നമ്മുടെ മൈൻഡിന് തോന്നും, ഞാൻ എത്ര നേരം കഷ്ടപ്പെട്ട് ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിച്ചില്ലേ, ഇനി കുറച്ചൊരു റെസ്റ്റ് എടുക്കാമെന്ന്. പക്ഷേ അങ്ങനെ റെസ്റ്റ് എടുത്ത ഒരു കാര്യം ഉണ്ടാവുന്നില്ല. കാരണം നമ്മളത് എഴുതി വെക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ആ ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റുമെന്നോ ഇല്ലയോ എന്ന് നമുക്കൊന്നും അറിയില്ല. നമ്മൾ ജസ്റ്റ് എഴുതി വെച്ചിട്ടില്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ടീച്ചേഴ്സിൻ്റെ നോട്ട്, ഗൈഡ്, അതുപോലെ സൈലം, എജുപോർട്ട്, എക്സാമിന് അങ്ങനത്തെ യൂട്യൂബ് ചാനൽ അവരുടെ PYQs ഒക്കെ നോക്കി തന്നെ ഇരുന്ന് പഠിക്കണം എന്നാണ് എൻ്റെ സ്റ്റഡീസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്. ഇങ്ങനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കൊട്ടും ബോറടിക്കുകയില്ല, നമുക്ക് ഭയങ്കര ടൈം കൺസ്യൂം ചെയ്യുമെന്ന് തോന്നില്ല, നമുക്ക് അടിപൊളിയായിട്ടിരുന്ന് പഠിക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ടീച്ചേഴ്സിൻ്റെ നോട്ട് അതുപോലെ ഗൈഡ് അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. മിക്ക കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി മോർ അട്രാക്റ്റീവ്. പിന്നെ നമ്മുടെ ബ്രെയിൻ ഓർത്ത് വെക്കാനും കുറച്ച് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മുടെ സെൽഫ് മോട്ടിവേഷൻ്റെ ഭാഗമാണ്. കാരണം നമ്മൾ ഈ ബുക്ക് ഇങ്ങനെ തുറന്നു വെക്കുമ്പോൾ നമ്മൾ ഞാൻ ഇത്രയും പഠിച്ച് തീർത്തല്ലോ, ഇത്രയും പോർഷൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് നമുക്ക് തോന്നും. കാരണം അത്രയും പോർഷൻസ് ഭയങ്കര തന്നെ പഠിച്ച് ഹൈലൈറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ തോന്നും, ഇത്രയും പോർഷൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്ന്. അങ്ങനെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പോർഷൻസ് പഠിച്ചു കഴിഞ്ഞു, ഇനി എന്താ കുറച്ചും കൂടി പോർഷൻസ് അല്ലേ ഉള്ളൂ, അതും കൂടി കംപ്ലീറ്റ് ആക്കിയിട്ട് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ തോന്നും. അങ്ങനെയാണ് നമ്മൾ സ്റ്റഡി സ്കില്ലിനെ അല്ലെങ്കിൽ സ്റ്റഡി ടൈമിനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനി എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ശുഭദിനം. ബൈ.